ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരൺ നോക്കുമ്പോഴേക്കും സ്റ്റെഫീനെ കാണുമ്പോൾ ഒരുമാതിരി കിരണ് സ്റ്റെഫീനെ ഇങ്ങനെ നോക്കുക കേട്ടോ. ഇവളല്ലേ അത് എന്ന രീതിയിൽ സ്റ്റെഫി അങ്ങനെ ചായ ഗ്ലാസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഇങ്ങനെ വരികയാണ്. ശേഷം ചായ പ്രകാശനും കിരണിനും അതുപോലെ തന്നെ നമ്മുടെ ബൈജുക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. കിരൺ ചോദിക്കുന്നുണ്ട്, സ്റ്റെഫി അല്ലേ, സ്റ്റെഫി മാഡം എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ തന്നെയാ. ആ, മേഡം ആയിരുന്നു കല്യാണ പെണ്ണ്, ഞാൻ അറിഞ്ഞേയില്ല. എടാ ബൈജു, നീ എന്താ പറയാതിരുന്നത് സ്റ്റെഫീനെയാണ് കാണാൻ വന്നേന്ന്? ഇത് സ്റ്റെഫി അല്ലേ എന്ന് ചോദിക്കുമ്പോ അയ്യോ അളിയ, അത് എനിക്കറിയില്ലായിരുന്നോ. അല്ല, അപ്പൊ മീനാക്ഷി എന്ന് പറഞ്ഞോ? സ്റ്റെഫിന്ന് എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്, മീനാക്ഷി എന്ന ശരിക്കുള്ള പേര് എന്ന് പറയാണ്. അല്ല, ഞങ്ങളന്ന് പറഞ്ഞിരുന്നില്ലേ കല്യാണിയും കാർത്തികയും കൂടി ഒരു പ്രോപ്പർട്ടി കാണാൻ വേണ്ടി മേഡത്തിന്റെ അടുത്തേക്ക് പോയപ്പോ വിക്രത്തിന്റെ ഗുണ്ടകളും വന്നിട്ട് ഉപദ്രവിച്ചെന്ന്? അത് ഈ മേഡത്തിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു എന്ന് കിരൺ പറയാണ്. അത് കേൾക്കുമ്പോ തന്നെ പ്രകാശൻ നമ്മുടെ സ്റ്റെഫിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഓ, മോളുടെ പ്രോപ്പർട്ടി ആയിരുന്നു അത്? അതെ, അവിടെ വെച്ചിട്ട് അതൊക്കെ നടന്നപ്പോ എനിക്ക് ആകെ ഷോക്കായി പോയി. അവരെന്നെ ഉപദ്രവിക്കുമെന്ന് ഞാൻ പേടിച്ചു. ഹോ, വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. അതാ ഞാൻ പിന്നെ നിങ്ങളെ വിളിക്കാതിരുന്നത് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട്, ഓ അങ്ങനെയൊന്നും ഇല്ലെന്നേ, ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. പക്ഷെ ദേ ബൈജുക്ക് ശത്രുക്കളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ശത്രുക്കൾ എവിടെ എങ്ങനെ പോകുമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാ മേഡാന്ന് വിളിക്കാതെ ഇപ്പൊ ഞങ്ങൾ പറയുകയും ചെയ്തു, മേഡം വിളിച്ചില്ലല്ലോ എന്നൊക്കെ. അത് ആ കാരണം കൊണ്ടാണ് വിളിക്കാത്തത്. അത് മാത്രല്ല, എനിക്ക് ചെന്നൈയിലാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. കേരളത്തിൽ അത് വ്യാപിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതിനൊരു പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ സ്ഥലവും കൺസ്ട്രക്ഷനും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്ന് പറയണം. അപ്പൊ കിരൺ ചോദിക്കണ്ടേ, അല്ല മേഡത്തിന് അന്ന് എന്തോ ഒരു ബിസിനസ് ആണെന്ന് പറഞ്ഞല്ലോ, എന്തോ ലാബ് പ്രൊഡക്റ്റോ അങ്ങനെ എന്തോ? അതെ, ലാബിന്റെ പ്രൊഡക്ട്സ് ആണ്. അത് മെയിനായിട്ട് ഇപ്പോ തമിഴ്നാട് അതുപോലത്തെ കുറച്ച് ഡിസ്ട്രിക്റ്റും അതുപോലത്തെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് കൊടുക്കുന്നത്. അതിനിപ്പോ കേരളം മൊത്തം അതുപോലെ ഇന്ത്യയിൽ മൊത്തം വ്യാപിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അല്ല, ആരൊക്കെയുണ്ട് സ്റ്റെഫിയുടെ വീട്ടില് എന്ന് കിരൺ ചോദിക്കുമ്പോ, എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മയില്ല. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അച്ഛൻ ഇപ്പൊ വരാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പിന്നെ ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് തുലാത്തിൽ തന്നെയുള്ള ഇവന്റെ കല്യാണം ഉറപ്പിക്കണമെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. കല്യാണം നമുക്ക് തുലാത്തിൽ തന്നെ നടത്തിയാലോ എന്ന് കിരൺ പറയുമ്പോ, അയ്യോ കിരൺ, അങ്ങനെ ചടപടയെന്ന് വേണ്ട. ഞങ്ങൾക്ക് ഒത്തിരി ബന്ധുക്കളുണ്ട്. ഈ മാസം തന്നെ കല്യാണം നടത്തുകയാണെങ്കിൽ ആരെയും വിളിച്ചു തീരത്തില്ല. എല്ലാരും പല പല സ്ഥലത്താണ്. അവർക്ക് ലീവും കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ. അതുകൊണ്ട് ഞാൻ അച്ഛനോട് കിരണിനെ വിളിക്കാൻ പറയാം. നിങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എപ്പോഴാച്ച് തീരുമാനിച്ചോ എന്ന് പറയാണ്. അപ്പോഴേക്കും ബൈജു അതിനൊരു ലഡ്ഡു എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. കിരൺ പറയണ്ട്, എടാ നിനക്ക് പെൺകുട്ടിയെ നേരത്തെ ഇഷ്ടപ്പെട്ടതല്ലേ, പിന്നെ മധുരെടുത്ത് കഴിച്ച് ഇഷ്ടമാണെന്ന് ഉറപ്പിക്കൊന്നും വേണ്ട. അയ്യോ അതല്ല കിരൺ, ആളിയാ, എനിക്ക് ലഡ്ഡു ഒക്കെ ഭയങ്കര ഇഷ്ടമെന്ന് അളിയാൻ അറിയാലോ, കൊതി വന്നിട്ട് എടുത്ത് തിന്നതാ എന്ന് പറയാണ്. അപ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട്, മോനെ കിരണെ എന്ന് പറയാണ്. അപ്പോഴേക്കും സ്റ്റെഫി കേൾക്കണ്ടല്ല, ഇതാരാ? ഇത് എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറഞ്ഞ, അയ്യോ ഞാനിവരുടെ ഡ്രൈവറാണ് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട്, അതെ ഡ്രൈവർ മാത്രല്ല കേട്ടോ, ആള് നല്ലൊരു മെക്കാനിക്കാണ്. ഓ അതെയോ എന്ന് സ്റ്റെഫി പറയുമ്പോ, പിന്നെ അതിനേക്കാൾ അപ്പുറം ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ട്. ആളെ എന്റെ അമ്മായച്ചന എന്ന് പറയാണ്. അപ്പോഴേക്കും പ്രകാശ് കിരണിനെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അമ്മായച്ചനെ പരിചയപ്പെടുത്തിയല്ലോ അത് ഓർത്തിട്ട്. അപ്പൊ സ്റ്റെഫി ചോദിക്കണ്ട, അമ്മായച്ചൻ പറയുമ്പോ കല്യാണിയുടെ? അതെ, കല്യാണിയുടെ അച്ഛനാ. കല്യാണിയുടെ ഒക്കെ മൂത്ത് 2 പെണ്ണുങ്ങളും കൂടിയുണ്ട്, പിന്നെ ഒരു ആങ്ങളുണ്ട്. ആങ്ങളുടെ കൊണ്ടകൾ അന്ന് വന്ന് ഇടിച്ചത്. ഓ പിന്നെ മൂപ്പര് ഇങ്ങനെയൊന്നും അല്ലായിരുന്നിട്ടോ സ്റ്റെഫി എന്ന് ബൈജു പറയാണ്. മൂപ്പർക്ക് കണ്ണെടുത്ത കണ്ടൂടായിരുന്നു. ആരെ? അല്ല, കല്യാണീനെ. ഓ അങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് പറയുമ്പോഴേക്കും, അതെനിക്ക് പെൺപിള്ളേരെ അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, അതൊക്കെ മാറ്റിയെടുത്തത് കല്യാണിയും ഈ കിരണൊക്കെ കൂടിയിട്ടാണ് എന്ന് പ്രകാശം പറയുമ്പോഴേക്കും കിരൺ പറയേണ്ടത്, അതൊന്നും ഇവിടെ പറയണ്ട, അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. നമ്മളിപ്പോ വന്നത് ബൈജുവിന്റെ പെണ്ണ് കാണാൻ വേണ്ടിട്ടാ. പെണ്ണിനും ചെക്കനും പരസ്പരം ഇഷ്ടമായി. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഇനിയിപ്പോ കല്യാണം അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കടക്കാം. ഇവന് തമിഴ്നാട്ടിലേക്ക് വരാൻ ഒരു താല്പര്യമൊന്നുമില്ല, പക്ഷെ ഇവൻ ഇവിടെ തന്നെ നിൽക്കണമെന്ന താല്പര്യം എന്ന് പറയുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, അതെ എനിക്ക് തമിഴ്നാട്ടിലാണ് ബിസിനസ് മെയിൻ ആയിട്ട്, പിന്നെ കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ നിൽക്കാനായിട്ടാ വർക്ക് ചെയ്യുന്ന അടുത്ത് തന്നെ വീട് എന്ന രീതിയിൽ ആ പ്രോപ്പർട്ടി വാങ്ങിച്ചത്. ഇനിയിപ്പോ എന്തായാലും ആ പ്രോപ്പർട്ടിയുടെ പണി നമുക്ക് ചെയ്യാലോ അല്ലേ എന്ന് കിരൺ പറയുമ്പോൾ, തീർച്ചയായിട്ടും ചെയ്യാൻ കിരൺ. ഇനിയിപ്പോ ഞാൻ തമിഴ്നാട്ടിൽ പോയാലും നോക്കി നടത്താൻ നിങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് നോക്കി തന്നോളാം. മേഡം ക്യാഷ് ഒക്കെ പറ്റുന്ന പോലെ ഇട്ടാൽ മതി എന്ന് പറയാണ്. സ്റ്റെഫി നട്ടു വിളിക്കുന്നു. സ്റ്റെഫി ക്യാഷ് ഒക്കെ പറ്റുന്ന പോലെ ഇട്ടാൽ മതി എന്ന് കിരൺ പറയുമ്പോൾ, അയ്യോ കാശിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല, ഞാൻ അതൊക്കെ അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നോളാം എന്ന് പറയാണ്. എല്ലാം മോനെ ചെക്കന് വേണ്ടി സംസാരിക്കണമെങ്കിൽ സംസാരിച്ചിട്ട് പ്രകാശം പറയുമ്പോൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിച്ചോട്ടോ എന്ന് പറയുമ്പോ ബൈജു കാർത്തികയുടെ കൂടെ റൂമിലേക്ക് പോകാണ്. അപ്പൊ കാർത്തിക അടുത്ത് ബൈജു പറയണ്ട, അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അതെ തുലാത്തിൽ തന്നെ വിവാഹം നടത്താട്ടോ. അതെന്താ, നിനക്ക് എന്നെ കെട്ടാൻ
ധൃതിയായോ? അതുകൊണ്ടൊന്നല്ല, ഈ കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കണ്ടല്ലോ. ഇനി നീ ചെന്നൈയിലേക്ക് പോയിക്കുമ്പോ നിന്റെ അച്ഛനും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ ഈ കല്യാണത്തിൽ നിന്ന് നിന്നെ പിന്മാറാൻ പറഞ്ഞാലോ? അപ്പൊ എനിക്ക് വിഷമമാവില്ലേ? നീട്ടി വെക്കും തോറും ആ കല്യാണം നടക്കാനുള്ള ചാൻസ് കുറഞ്ഞു വരുമെന്നല്ലേ പറയണത്. അതുകൊണ്ടിട്ടാ അങ്ങനെയൊന്നും ഇല്ലടാ, എന്റെ ഇഷ്ടമാ അച്ഛന്റെ ഇഷ്ടം. അഥവാ അച്ഛൻ ഇപ്പൊ എതിർത്ത് പറഞ്ഞാലും ഞാനില്ലേ നിന്റെ കൂടെ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും സ്റ്റെഫിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും കേട്ടോ. അതില് ഞങ്ങൾ ഗേറ്റിന്റെ മുൻപിലുണ്ട് എന്ന് ഗുണ്ടകൾ പറഞ്ഞിട്ട് അയച്ചിട്ടുള്ള മെസ്സേജ് ആണ്. സ്റ്റെഫിക്ക് സന്തോഷാവാണ്. സ്റ്റെഫി ബൈജുയോട് പറയണ്ടേ, ഇത് എന്റെ അച്ഛൻ അയച്ച മെസ്സേജ് ആണ്, നിങ്ങളൊക്കെ വന്നോ ചോദിച്ചിട്ട്. ആണോ, എന്റെ അച്ഛനോട് സംസാരിക്കണം എന്ന് ബൈജു പറയുമ്പോ, വേണ്ട ഇപ്പൊ സംസാരിക്കണ്ട, രാത്രി സംസാരിച്ചാ മതി എന്ന് പറയണം. ആ സമയത്ത് കിരൺ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രകാശം ചോദിക്കണ്ടേ, എന്താ മോനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് വേറൊന്നല്ല, ആ പെൺകുട്ടി എങ്ങനെയുണ്ട്? നല്ല പെൺകുട്ടിയല്ലേ? ബൈജുടെ ഭാഗ്യമില്ലേ അങ്ങനത്തെ ഒരു പെൺകുട്ടിനെ കിട്ടുക എന്നുള്ളത്. അത് ശരിയാണ്. എന്താ മോനെ അതൊരു കുഴപ്പമുണ്ട്? കുഴപ്പമൊന്നുമില്ല എന്ന് കിരൺ പറയാണ്. ശേഷം അവർ സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എങ്കിൽ ശരി, ഞങ്ങൾ വൈകിപ്പിക്കുന്നില്ല, ഇറങ്ങിക്കോട്ടെ. ശരി എന്ന് പറയാണ്. അങ്ങനെ ബൈജുവും പ്രകാശനും കിരണും കൂടി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. നമ്മുടെ സ്റ്റെഫി ടാറ്റൊക്കെ കൊടുക്കും കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും സ്റ്റെഫിനെ കുറിച്ച് കിരൺ ചോദിക്കണ്ടേ, എന്നാലും എനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോടാ സ്റ്റെഫിയാണ് പെണ്ണെന്ന്. എനിക്കും കല്യാണിക്കൊക്കെ സ്റ്റെഫിനെ നേരത്തെ അറിയാവുന്നല്ലേ അളിയ, അതിന് എനിക്കും പല കാര്യങ്ങളും അറിയില്ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ ഞാനും അറിഞ്ഞത് എന്ന് ബൈജുവും പറയാണ്. അല്ല എങ്ങനെയുണ്ടോ പെണ്ണ് എന്ന് ബൈജു ചോദിക്കുമ്പോഴേക്കും നല്ല പെൺകുട്ടിയാ, ബൈജുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പെൺകുട്ടിയാ. അതെന്താ അങ്ങനെ പറഞ്ഞപ്പോ ആ മോശക്കാരനാണോ എന്ന് പറഞ്ഞത് പ്രകാശ് ഏട്ടാ എന്ന് ബൈജു ചോദിക്കുമ്പോഴേക്കും കിരൺ പണ്ടടാ നീ മോശക്കാരനെന്നല്ല പറഞ്ഞത്, അല്ല അവളെ പോലത്തെ ഒരു പെൺകുട്ടി നിന്നെ സ്നേഹിച്ചതിലെ ഒരു അത്ഭുതം തോന്നി, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പൊ അവിടെ സ്റ്റെഫി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വണ്ടിയിലേക്ക് കയറണം. ആദ്യം ബൈജു കയറാൻ പോകുമ്പോഴേക്കും കിരണിന്റെ അടുത്തേക്ക് ആ ഗുണ്ട കത്തിയായിട്ട് ഇങ്ങനെ പാന് വരും കേട്ടോ. കിരണിന്റെ കുത്താൻ വേണ്ടി വരുമ്പോഴേക്കും പ്രകാശൻ കിരണിന്റെ തള്ളി ഇങ്ങനെ മാറ്റിയിട്ട് പ്രകാശിന്റെ വയറ്റിനായിട്ട് കുത്ത് കിട്ടാണ്. ആ ഗുണ്ട വീണ്ടും 2 പ്രാവശ്യം കുത്തുമ്പോഴേക്കും പ്രകാശനായിട്ട് ആ 2 കുത്തും ഇങ്ങനെ കിട്ടുന്നത്. പ്രകാശൻ അപ്പൊ തന്നെ അയ്യോ എന്ന് പറയുമ്പോ തന്നെ കിരൺ വേഗം വന്നിട്ട് പ്രകാശനെ കോരി എടുക്കാണ്. അന്ന് പണ്ട് ഗുണ്ടകൾ വീണ്ടും വരുമ്പോഴേക്കും ഗുണ്ടകളെയൊക്കെ അടിച്ചിടാണ് പ്രകാശൻ. അപ്പോഴേക്കും ബൈജു വരുന്നുണ്ട്. ബൈജു വരുമ്പോട്ട് അയ്യോ പ്രകാശായിട്ടാ എന്ന് പറഞ്ഞിട്ട് ബൈജു പ്രകാശിനെ കോരി ഇങ്ങനെ പിടിക്കാട്ടോ. അപ്പോഴേക്കും സ്റ്റെഫി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പ്രകാശനെയും എടുത്തോണ്ട് ബൈജുവും സ്റ്റെഫിയും കൂടിയിട്ട് പ്രകാശിനെ കാറിലേക്ക് വെക്കാണ്. ശേഷം കിരൺ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിടുന്നുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിലോ സ്റ്റെഫി ആണെങ്കിൽ ഗുണ്ടകളുടെ മുഖത്തേക്ക് അടിക്കുകയാണ്. നശിപ്പിച്ചുകൂടെ നിങ്ങൾ എല്ലാവരും, ഇനി ഞാൻ ഗംഗയുടെ എന്ത് പറയോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടകളുടെ മുഖത്തേക്ക് ആനടിക്കാട്ടോ സ്റ്റെഫി. അതിനുശേഷമാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും പ്രകാശന് ഭയങ്കര ബോധം പോയായിരുന്നു, ഭയങ്കര സീരിയസ് അവസ്ഥയാണ്. അങ്ങനെ കാഷ്വാലിറ്റിനുള്ളിലേക്ക് കയറ്റുവാണ്. പ്രകാശിനെ ഓർത്തിട്ട് കിരൺ ആകെ വിഷമമാണ്. കണ്ടില്ലേടാ, ഞാൻ ഇതുവരെ അയാൾ അച്ചാന്ന് വിളിച്ചിട്ടില്ല, ഇനി എനിക്ക് ധൈര്യമായിട്ട് അച്ചാന്ന് വിളിക്കാം, എനിക്ക് കിട്ടേണ്ട കുത്തായിരുന്നു. ഇപ്പൊ ഞാനായിരുന്നു സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോവേണ്ടത്. കണ്ടില്ല അയാൾ ആ അവസ്ഥയിൽ ഈ അവസ്ഥയിലായത്. കല്യാണിയുടെ അച്ഛൻ, കല്യാണി പല പ്രാവശ്യം പറഞ്ഞതാ കല്യാണിയുടെ അച്ഛനെ വിശ്വസിക്കുന്നു, ഞാൻ കേട്ടില്ല. ഇപ്പൊ അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. എന്റെ ജീവൻ രക്ഷിച്ചത് അദ്ദേഹമാണ്. ഒരു സമയത്ത് എന്റെ അമ്മയുടെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചു, ഇപ്പൊ എന്റെ ജീവൻ രക്ഷിച്ചു. ഈശ്വരൻ എന്റെ കല്യാണത്തിന് ഞാൻ എന്ത് പറയും, അവൾക്ക് ഞാൻ എന്ത് സമാധാനം പറയും? എടാ നീ ഒരു കാര്യം ചെയ്യ്, കല്യാണിനെ അമ്മേനൊന്ന് കൂട്ടിക്കൊണ്ടു വാടാ. അളിയാ ഞാൻ എന്ത് പാട്ടവരെ കൂട്ടിക്കൊണ്ടുവരാ? എടാ അച്ഛനെ ചെറിയ നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണല്ലോ, നീ പറ ചെറിയൊരു നെഞ്ചുവേദന പോലെ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവാ. ശരി അളിയ എന്ന് പറയാണ്. അങ്ങനെ ബൈജു വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ കല്യാണി ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് ബൈജു വരുന്നത്. അതെ കിരണേട്ടനൊക്കെ വന്നല്ലോ, അച്ഛനും ബൈജുവും വന്ന് എന്ന് പറഞ്ഞിട്ട് കല്യാണി വേഗം ഉമ്മറത്തേക്ക് പോവാണ്. ദീപയും വരുന്നുണ്ട്. അപ്പൊ ബൈജു മാത്രമേ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. അല്ല അവരൊക്കെ എന്ത് എന്ന് കല്യാണി ചോദിക്കുമ്പോ അത് കല്യാണിയുടെ അമ്മേ നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ വരെ വരണമെന്ന് പറയണം. ഹോസ്പിറ്റലിൽ വരുമോ? അതെ, കല്യാണിയുടെ അച്ഛന് ചെറിയ നെഞ്ചുവേദനയൊക്കെയുള്ള ആളാണല്ലോ, ചെറിയൊരു നെഞ്ചുവേദന, പേടിക്കാനൊന്നുമില്ല കല്യാണി, ചെറിയൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി പ്രകാശ് ഏട്ടനാ എന്ന് പറയുമ്പോൾ കല്യാണി ആകെ ഷോക്ക് ആവുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.